Hello everyone, welcome to another video of weekly updates from Insight Research Analytics. കഴിഞ്ഞ ആഴ്ച അമേരിക്ക, ചൈന, യൂറോപ്പ് മാർക്കറ്റുകളിൽ വളരെ പോസിറ്റീവ് ടോണിലുള്ള ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇത് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസ് നൽകുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റും ബെറ്റർ ക്ലോസിംഗ് നടന്നതും ശ്രദ്ധേയമായി. അമേരിക്കയിൽ നിന്നാണ് ഗ്ലോബൽ സെന്റിമെന്റിന് വലിയൊരു പിന്തുണ ലഭിച്ചത്. മെയ് മാസത്തെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ജോബ് ക്രിയേഷൻ ഡേറ്റയും. ഇത് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലൊരു പിന്തുണ നൽകുന്നുണ്ട് എന്നാണ്. ഈ ഒരു വാർത്തകൾ വന്നതോടെ S&P 500 ഇൻഡെക്സ് 6000 പോയിന്റ് കടന്നതും വലിയൊരു നേട്ടം തന്നെയാണ്. ഇത് മറ്റു ഇൻഡെക്സുകൾക്കും വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നൽകുന്നുമുണ്ട്. മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഓൾ ടൈം ഹൈ എത്തിച്ചേർന്നിരിക്കുന്നു. $473 പെർ ഷെയർ എന്നാണ് പുതിയ റെക്കോർഡ് ഹൈ. മുൻപത്തെ റെക്കോർഡ് 470 ആയിരുന്നു. ബിഗ് ടെക് കമ്പനികൾ ഇനിയും ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്ലോബൽ വാർത്ത, അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് സംബന്ധിച്ച് ചർച്ചകൾ വരുന്നുണ്ട്. നാളെ മുതൽ ലണ്ടനിൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന സൂചനയനുസരിച്ച് രണ്ട് പക്ഷത്തും ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള സാധ്യത കാണപ്പെടുന്നു. ഇത് അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ മാത്രമല്ല, മറ്റു ഗ്ലോബൽ മാർക്കറ്റ്സുകളെ സംബന്ധിച്ചും വലിയൊരു പോസിറ്റീവ് സെന്റിമെന്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച പല പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസും ബൂളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് 2311 പെർ ഔൺസിന് ക്ലോസ് ചെയ്തപ്പോൾ സിൽവർ ആഴ്ചതോറും 10% നേട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ശക്തമായ റാലി. കോപ്പറും കൂടുതൽ അക്യുമുലേഷൻ കാണിക്കുന്നതിനാൽ അതും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കോപ്പറിലെ ഡിമാൻഡും കുറയ്ക്കുന്നില്ല. സിൽവർ മുന്നേറ്റത്തിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗോൾഡ് സിൽവർ റേഷ്യോ ആണ്. സാധാരണ ഇത് 70 ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് 92ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇനി ഈ റേഷ്യോ 70ലേക്ക് തിരിച്ച് എത്തണമെങ്കിൽ സിൽവർ വില വർദ്ധിക്കലാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഗോൾഡിന്റെ വില കുറയാൻ സാധ്യത കുറവാണ്. രണ്ടാമതായി വരുന്ന റീസൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടി വരികയാണ്. കാരണം സിൽവർ പല വ്യവസായങ്ങളിലേക്കും തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിൽവർ ഇനി അടുത്ത ആഴ്ചകളിൽ മുന്നേറും. ഗോൾഡ് കഴിഞ്ഞ ആഴ്ച 2404 വരെ ഉയർന്നെങ്കിലും വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എങ്കിലും വീക്ക് ടു വീക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയായിരുന്നു. ഗോൾഡ് ETF ഇൻഫ്ലോ യൂറോപ്പിലാണ് പ്രധാനമായും നടന്നത്. ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ ചെറിയ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് തോന്നിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ആഴ്ച അടുത്ത ആഴ്ചയും വന്നേക്കാവുന്ന വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഡേറ്റയും മറ്റു മൈക്രോ എക്കണോമിക് ന്യൂസ് ഫ്ലോസും അനുസരിച്ച് ഗോൾഡിന്റെ ഭാവി ട്രെൻഡ് തീരുമാനിക്കപ്പെടും. ഇന്ത്യൻ രൂപയുടെ വില നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85.68 പെർ ഡോളർ എന്ന നിലയിലാണ്. രൂപയുടെ മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ RBIയുടെ മോണിറ്ററി പോളിസി, അന്താരാഷ്ട്ര ട്രെൻഡുകൾ, ഫോറിൻ ഫണ്ടുകൾ എന്നിവയെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ ആഴ്ച RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പുതിയ തീരുമാനം രൂപയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിന് ഈ ആഴ്ച വലിയൊരു ബൂസ്റ്റ് ലഭിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം RBI എടുത്ത സാമ്പത്തിക നടപടികളാണ്. എല്ലാവരും കാത്തിരുന്ന പോലെ റിപ്പോ റേറ്റ് 5% വരെ കുറയുമോ എന്നതായിരുന്നു പ്രധാന ചർച്ച. എന്നാൽ അതിനപ്പുറമായി അൺഎക്സ്പെക്ടഡ് ആയിട്ട് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ പോലും കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ അധിക ലിക്വിഡിറ്റി എത്തിയിട്ടുണ്ട്. ഇത് ധാരാളം കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ് ലോൺ ഗീവിംഗ് എന്നിവയെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കുറയുന്നത് എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ ക്വാർട്ടർ കഴിഞ്ഞ ആഴ്ച ഇയർ ടു ഇയർ കമ്പാരിസണിൽ നിഫ്റ്റി EPS ഏകദേശം 5% ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ട്രെൻഡുകൾ അനുസരിച്ച് ഏകദേശം 12% വരെ എത്താമെന്നും കണക്കുകൾ പറയുന്നു. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സെന്റിമെന്റ് വളരെ ശക്തമാണ്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ കൂടാതെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി ഹയർ പ്രീമിയം ലെവലിൽ തുടരുകയാണ്. പല യൂറോപ്യൻ അനലിസ്റ്റുകൾ പോലും ഇപ്പോൾ പറയുന്നത് ഇന്ത്യയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച സേഫസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്നാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇപ്പോൾ അത്ര സ്റ്റേബിൾ അല്ല എന്നുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ആകർഷകമായിരിക്കുകയാണ്. 30 വർഷത്തെ മാർക്കറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അമേരിക്കയെ തുടർന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. ഇനി ഈ ആഴ്ച ഗ്ലോബൽ തലത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളിലെയും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരാനിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അമേരിക്കയിൽ ഫെഡറൽ റിസർവിന്റെ പ്രധാനപ്പെട്ട മീറ്റിംഗും ജൂൺ 17-18 തീയതികളിൽ നടത്താനിരിക്കുകയാണ്. ഈ എല്ലാ മുഴുവൻ വിവരങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരാഴ്ച ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
നിഫ്റ്റി 25,500 ലെവൽ കടന്നു പോകുമെന്നും ചില നിഗമനങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക്, നിഫ്റ്റി, റിയൽ എസ്റ്റേറ്റ്, ഓട്ടോമൊബൈൽ പോലുള്ള സെക്ടറുകൾ എല്ലാം തന്നെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും സംശയമില്ല. RBIയുടെ ഏറ്റവും പുതിയ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റിൽ നിന്നുള്ള പോസിറ്റീവ് ഇഫക്റ്റ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലെ പല സെക്ടറുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ തലത്തിൽ നോക്കുകയാണെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് പ്രശ്നങ്ങൾക്കും ഒത്തുതീർപ്പ് ലക്ഷ്യമിടുന്ന ചർച്ചകൾ നടക്കുകയാണ്. FIIS വിദേശ ഇൻവെസ്റ്റ്മെന്റ്മാർ ജൂൺ ആദ്യ ആഴ്ചയിൽ 3,500 കോടി വിൽപ്പന നടത്തിയെങ്കിലും DIIകൾ 25,000 കോടി നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുന്നു. FIIS ചെറിയ തോതിൽ വിൽപ്പന ചെയ്തെങ്കിലും നമ്മുടെ DIIS ഏറ്റവും വലിയ തോതിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചതോടെ മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉറപ്പായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് ഇൻ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.